ജിൻഡോയുടെ അച്ഛനെ നോക്കിയേ, VS അച്യുതാനന്ദൻ സാറിൻ്റെ ഒരു ചായയില്ലേ, എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ കൺഫെഷൻ റൂം വഴിയിട്ടാണ് അവർ ഇറങ്ങി വന്നത്. ജിൻഡോ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നന്ദനയുടെ അമ്മയും ചേച്ചിയും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജിൻഡോയുടെ അച്ഛനും അമ്മയും വരുന്നത്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ടെൻഷനും ഇല്ല, നിനക്ക് അല്ലേ ടെൻഷൻ അടിക്കണ്ട, ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര സാധാരണയായിട്ട് സംസാരിക്കണ ഒരു അച്ഛനും അമ്മയാണ് ജിൻഡോടേത്. ശരിക്കും നോക്കുക, ഒരു ചെറിയ VS അച്യുതാനന്ദൻ സാറിൻ്റെ കട്ടിൽ എനിക്ക് അങ്ങനെ തന്നെ തോന്നുമായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ്റെ കാലൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്, സ്ക്രൂ ഡ്രൈവർ എന്തോ വീണിട്ട് മുറിഞ്ഞാന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ജിൻഡോ ആയിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നു. കുറച്ച് നേരം മുമ്പ് ഒരു വഴക്കുണ്ടാക്കിയിരുന്നുകൊണ്ടായിരിക്കും ജാസ്മിൻ ഒന്ന് അങ്ങോട്ട് കയറി മിണ്ടാൻ ഒരു മടി പോലെ അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ എല്ലാവരോടും കാര്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരോടും സാധാരണ അപ്പോൾ ഇന്നലെ വരേക്കും കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാവരോടും മിണ്ടുന്ന ഒരു അച്ഛനമ്മമാരെ വന്നെങ്കിൽ ഇന്നത്തെ 2 ദിവസം ഒരു സാധാരണ ഫാമിലിയാണ് വന്നത്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അപ്സരേനെയാന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുന്നുണ്ടായിരുന്നു. സാന്ത്വനം സീരിയൽ കാണുന്നുണ്ട്, അതിലെ വില്ലത്തിയല്ലേ അവിടെ പോയിട്ടുള്ളത് ഇവിടെ പറയണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്സരയോടൊക്കെ പോയിട്ട് അങ്ങോട്ട് അപ്സരയോടൊക്കെ കുറേ നേരം സംസാരിച്ചു. കാരണം സീരിയലുകളെല്ലാം അമ്മ ഇരുന്ന് കാണും, അച്ഛനും കാണുമെന്നാണ് ജിൻഡോ പറഞ്ഞത്. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള എല്ലാ സീരിയലും കാണും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജിൻഡോയും ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അടുത്തതായിട്ട് ലൈവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ലൈക്ക് ഒന്ന് ചെയ്യണേ, എന്നിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വ്യൂ.